ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലും അനുമോൾ ആൻഡ് അനീഷ് ആണ് ചർച്ചാ വിഷയം. രണ്ട് പ്രൊമോകളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഒന്ന് എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊമോ ആണ്. ലാലേട്ടൻ വന്നിട്ട് 100 ഒഴിച്ച് ബാക്കി എല്ലാവരെയും എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. 100 മാത്രമേ ഉള്ളൂ അവിടെ നിലവിൽ സേഫ് ആയിട്ടുള്ള വ്യക്തി. എന്നിട്ട് പറയുന്നുണ്ട് ഒരു ക്ലൂ തരാം, അവർക്ക് വേണമെങ്കിൽ പോകാം. ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രൊമോയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അനീഷ് ആൻഡ് അനുമോൾ പ്രൊമോ ആണ്. ഇതെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഗൈസ്? എനിക്ക് അറിയത്തില്ല. ലാലേട്ടനും ജുബായും മുണ്ടും ബാക്കിയുള്ളവരും സാരിയും മുണ്ടും ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് എല്ലാവരും. എന്തിനാണോ എന്തോ. ലാലേട്ടൻ വന്ന് അനീഷിന്റെ അടുത്ത് ചോദിക്കുകയാണ്, അനീഷ് ഒരു പ്രണയമണം തോന്നുന്നുണ്ടോ? അപ്പൊ അനീഷിന്റെ ഇത് വരികയാണ്, അങ്ങനെ ഒരു ഫീല് തോന്നി. അപ്പൊ അങ്ങനെ അങ്ങ് പറഞ്ഞു. അത് ഇത് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നെവിനും അക്ബറും ഒക്കെ മനസ്സിലാവുന്നത്. ലാലേട്ടൻ അന്തം വിഴുങ്ങി ഇങ്ങനെ നിപ്പുണ്ട്. അക്ബറും എല്ലാവരും കൊച്ചു ഗള്ളിട്ട എന്തും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ ടീംസും. അനുമോളുടെ മുഖമാണ് നല്ലത്. ഇത് ചമ്മലാണോ അതോ സന്തോഷം കൊണ്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഇതിലെ നല്ല ഒരു വളിച്ച ഓന്തയായിട്ടുണ്ട് അത് അനീഷ് അത് പറയുമ്പോ. എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ആഹ്ലാദം. അക്ബറും സാബും ഒക്കെ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുന്നു ഈ ഒരു സാധനം കേട്ടിട്ട്. കാര്യം ഇവരൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. നെവിൻ, സാബു, അക്ബർ ഇവർ 3 പേരും മാത്രമേ ഉള്ളൂ അവിടെ അറിയാൻ. ബാക്കി എല്ലാവരും അറിയുന്നുണ്ട്. മൊത്തം 7 പേരല്ലേ ഉള്ളൂ. 4 പേര് അറിഞ്ഞു, 3 പേര് ഇവരെ അറിയാനുണ്ട്. അവരിന്നാണ് അറിയുന്നത്. എന്നിട്ട് അനുമോളെ എണീപ്പിച്ച് നിർത്തിയിട്ട് അനുമോളെടുത്ത് എന്തൊക്കെയുണ്ട് അനുമോളെ വിശേഷം എന്ന് ചോദിക്കുന്നു. അനുമോൾ നല്ല വിശേഷം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാള് മുഖത്ത് നോക്കിയിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഷാനവാസ് അനീഷിനെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. കള്ളപ്പന്നി, അടുത്തിരുന്നിട്ട് നീ എന്നാ പരിപാടിയാണ് ഒപ്പിച്ചത്, ഒരു വാക്ക് എന്നോട് മിണ്ടിയോ എന്നുള്ള ഒരു നോട്ടമാണ് ഷാനവാസ് അവിടെ അനീഷിന് കൊടുത്തത്. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ? ഇത് പറയാനുള്ള റീസൺ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ ഞാൻ കല്യാണം കഴിക്കും, കാരണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യം പറയുന്നതാണ് അനീഷ് എണീക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനീഷ് ക്രിസ്ത്യനാണ്, ഹിന്ദുവാണ്. എന്താണെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ അന്യമതത്തിൽപ്പെട്ട ഒരാളെ അകത്തോട്ട് കയറ്റത്തില്ല. അത് അനീഷിനും അറിയാം. അതുകൊണ്ടാണ് അനുമോള് അങ്ങനെ ഒരു റൂട്ട് പിടിച്ച് അവിടെ കൊണ്ടുപോയി കൊളുത്തിയത്. എന്റെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ ഞാൻ അനുസരിക്കത്തുള്ളൂ, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം കഴിക്കണമെന്നാണ് എന്റെയും അവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ തന്നെ അനീഷ് എണീറ്റ് പോയി. കിട്ടിയോ? ഏഷ്യാനെറ്റിന്റെ ഭാഗത്തും നല്ല രീതിയിൽ ഇത് ഒന്ന് പുഷ്ടിപ്പിച്ചെടുക്കാനുള്ള പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു ഫൺ പിടിച്ചിട്ടുള്ള ഒരു പ്രൊമോ ആയിരുന്നു ഈ ഒരു പ്രൊമോ. കൊള്ളാം. ഈ രണ്ടാമത്തെ പ്രൊമോയിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ടാമത്തെ പ്രൊമോയിൽ നെവിനെ കാണുന്നില്ല. നെവിനെ ഇനി ഇവർ എങ്ങോട്ടും മാറ്റി അത് വന്നപ്പോ തന്നെ അങ്ങനെ പറഞ്ഞുവിടാൻ സാധ്യതയില്ലല്ലോ. നെവിനെ കാണുന്നില്ല രണ്ടാമത്തെ പ്രൊമോയിൽ. എന്തിനാണോ എന്തോ. കാര്യം ഇങ്ങനത്തെ ഒരു ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ എവിക്ഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. ഐഡിയ എന്നാൽ ഈ നെവിൻ രണ്ടാമത്തെ പ്രൊമോയിൽ, ആദ്യത്തെ പ്രൊമോയ്ക്കകത്ത് നെവിൻ ഉണ്ട്. അപ്പൊ ലാലേട്ടന്റെ മുന്നിൽ അനീഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അത് പ്രാങ്കാക്കാനോ അല്ലെങ്കിൽ തമാശക്കാനോ പറ്റിക്കാനോ ഒക്കെ പറയുന്നതല്ല. തമാശ അല്ലേ? ഇത്രയും സീരിയസ് ആയിട്ട് പെട്ടെന്ന് മാറിയിരിക്കുമ്പോഴത്തേക്ക് അയ്യോ എന്നോടുള്ള സ്നേഹം കാരണം അനീഷ് കാണിക്കുന്നതിന്റെ കൂട്ടുള്ള കെയറിംഗ് ഒന്നും അനുമോളുടെ ഭാഗത്തുണ്ടാവില്ല. അനുമോള് കളിച്ച് കിരിച്ച് അനുമോള് സ്വന്തം കാര്യം ഉണ്ടാവും. ആ ഒരു തെറ്റുപടി നടക്കത്തേ ഉള്ളൂ. ഇപ്പൊ തന്നെ പുള്ളിക്കാരത്തേക്ക് അനീഷ് വിഷമിച്ചോ എന്നുള്ളതൊന്നും അല്ല കൺസേൺ. ഇത് പുറത്ത് ആളുകൾ എങ്ങനെ പോകും എന്നുള്ളതാണ് കൺസേൺ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു അനീഷ് ഏട്ടന്റെ ഗെയിമിനെ ഇത് ബാധിക്കുവോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അനീഷിന്റെ ഗെയിമിനെ ഓർത്ത് അനുമോൾക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമമുണ്ട് എന്നുള്ളൊരു ഇത്. നെക്സ്റ്റ് ഡയലോഗ് വരുന്നത് ഇതാണ്, അനീഷ് ഏട്ടന്റെ ഗെയിമിനെ ബാധിച്ചാൽ ആളുകൾ പറയത്തില്ലയോ ഞാൻ കാരണമാണ് ബാധിച്ചത്, അവിടെ ഞാൻ കുറ്റക്കാരി ആവില്ലേ എന്നൊരു സംസാരമാണ് അനുമോളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അനുമോൾ എല്ലാവരും എടുത്തും, അതിലെടുത്താണെങ്കിലും ഷാനവാസിന്റെ അടുത്താണെങ്കിലും എല്ലാവരും ചോദിക്കുന്നത് എന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ള കാര്യമാണ്. അപ്പൊ എന്താണെങ്കിലും ഇതിനൊരു പരിഹാരം ഒന്നും ഉണ്ടാവത്തില്ല. കുറച്ചും കൂടെ ഫ്യൂവൽ അങ്ങോട്ട് ആഡ് ചെയ്യാൻ ബിഗ് ബോസ് ശ്രമിക്കും. നല്ല രീതിയിൽ പുകച്ച് കത്തിച്ച് വിടാൻ ശ്രമിക്കും ഈ ഒരു സാധനം. ആ രീതിയിലുള്ള പണിയെടുക്കും. കാര്യം ലാസ്റ്റ് വീക്കിൽ TRP കയറണമെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒക്കെ കാട്ടായം കാട്ടണം. മിക്കവാറും നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് ഹൗസിലുള്ളവരൊക്കെ തിരിച്ചു വരും. അവരെല്ലാവരും വന്ന് ഈ ഒരു കാര്യത്തെ പറ്റി ആയിരിക്കും സംസാരിക്കുന്നത്. മോസ്റ്റ്ലി
മോസ്റ്റ്ലി പറഞ്ഞിട്ടായിരിക്കും അവസരം കയറ്റുന്നത്. ഈ ഒരു സാധനത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും ബേബി കയറുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇത് നല്ല രീതിയിൽ കത്തിക്കാൻ ഏഷ്യാനെറ്റ് ശ്രമിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. കഴിഞ്ഞ സീസണിലാണ് ഏറ്റവും കൂടുതൽ TV റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. ഇത്തവണ അവർ അടിമുടി മാറി. ബിഗ് ബോസ് ടീം തന്നെ മാറി, സ്വന്തമായിട്ട് വീട് പണിത് അങ്ങനെ ഒരുപാട് പരിപാടികൾ ചേഞ്ച് ആക്കി തലപ്പത്തിരുന്ന ആളെയൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവന്ന ഒരു സീസണാണിത്. അപ്പോൾ ഈ ഒരു സീസൺ എൻഡ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വെട്ടത്തേക്കാളും ഒരു നല്ല TRP ഈ ഒരു സീസണിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ കിട്ടണമെങ്കിലും ആ രീതിയിൽ സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. എനിക്കൊന്ന് കഴിഞ്ഞ സീസണിൽ 7.5 സംതിങ് എന്തോ ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 17-18 ഇടയ്ക്ക് എന്തോ ഉണ്ടായിരുന്നു. അത് ഹയസ്റ്റ് TRP ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. അപ്പൊ ഇതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും ഇനിയുള്ള സാധനം, വേറൊന്നും ഇല്ല. ബാക്കിയെല്ലാം മരിച്ചു, ബാക്കിയെല്ലാം കൊണ്ടുവരും ചത്തു. അനുമോൾ അനീഷ് മാത്രമാണ് ഇവരെ ഇനി ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അനീഷിനെ അനുമോളെയും ഇത് കൂടുതലും രണ്ടുപേർക്കും നെഗറ്റീവായിട്ട് ബാധിക്കാനാണ് സാധ്യത. രണ്ട് കൂട്ടരുടെ PR വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നല്ല കഷ്ടപ്പാട് പെടുന്നുണ്ട് കേട്ടോ. കാര്യം എന്റെ കമന്റ് സെക്ഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില കമന്റ്സ് ഒക്കെ വരുമ്പോൾ നോക്കിയാൽ മതി, ബാഡ് കമന്റ്സ് ഒക്കെയാണ് നോക്കിയാൽ മതി. 2 weeks അോ 3 weeks ഒക്കെ ആയിരിക്കും ആ ഒരു അക്കൗണ്ട് ജോയിൻ ചെയ്തേക്കുന്നത് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആഴ്ച മുമ്പ് ഉണ്ടാക്കിയ അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുവിന്റെ PR ആണെങ്കിലും അനീഷിന്റെ PR ടീമിലാണെങ്കിലും വെളുപ്പിക്കാൻ കുറെ പാട് പെടും. ഇവിടെ അനീഷിനൊരു സഹതാപം ഉണ്ടാക്കാൻ പറ്റിയാൽ അനുവിന്റെ ഒരു വില്ലത്തി എന്നുള്ള രീതിയിൽ അനീഷിനെ പ്രളയം നടിച്ച് ചതിച്ചത് എന്നുള്ള രീതിയിൽ പോർട്രേറ്റ് ചെയ്യാൻ അനീഷിന്റെ PR സാധിച്ചു കഴിഞ്ഞാൽ അനീഷിന് അത് ഗുണം ചെയ്യും. നിലവിൽ എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അനീഷിനെക്കാളും ഒരു അപ്പർ ഹാൻഡ് അനുമോൾക്കുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ അനുമോളെ അടിച്ച് താഴെടുക്കും. അതിനുള്ള നല്ല പണി പുറത്ത് നടക്കുന്നുണ്ട്. പൈസ മേടിച്ച PR ഇനി നല്ല രീതിയിലാണ്. എന്റെ PR ഒട്ടും മോശമൊന്നുമല്ല. നമുക്ക് നോക്കാം ഇതിന്റെ അവസാനം എന്താകുമെന്ന്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കട്ട വീട്ടിലാണ്, കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ഒന്നുമല്ല, അതിന്റെ ഒരു ഫൺ റിയാക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് കാണുക.